ലാലേട്ടം ഹെലികോപ്റ്ററിലായിരുന്നേ, ഉടലിലും സ്പ്ലെൻഡറിലും. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒത്തിരി നടപ്പാൻ ഒത്തിരി നാടകങ്ങൾ ഇവിടെ എത്താനുണ്ട്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി സിനിമ കാണാൻ നിരവധി ആളുകളാണ് ഈ കവിതാ തിയേറ്ററിൽ. അവിടെ ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വാഹനത്തിൽ നടക്കുന്നത് ജോജുവാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഈ തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമ കാണാനുള്ള ആദ്യ ഷോ കാണാൻ എന്തായാലും മലയാള സിനിമയുടെ അഭിമാനമായി മാറുന്നു എമ്പുരാൻ. ലോക സിനിമയുടെ അഭിമാനമായി മാറുന്നു എമ്പുരാൻ. നമുക്ക് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഈ സിനിമ എത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിന്റെ അപ്പുറത്തേക്കാണ് ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ എഴുതി കുറിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ. എന്തായാലും ജോയിച്ചേട്ടൻ സിനിമ കാണാൻ ആദ്യം സിനിമ കണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. എന്തായാലും ജോയിച്ചേട്ടൻ സിനിമ കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നിരവധി താരങ്ങൾ ഇവിടെ എത്താനുണ്ട്. ഇപ്പൊ ഒരു പാനിന്റെ തന്നെ ഇപ്പൊ ഒരു ശ്രദ്ധ നേടിയിട്ടുണ്ടല്ലോ, അത് തുടരുവാനും യൂസ്ഫുൾ ആവുന്നത് ഉറപ്പായിട്ടും. മലയാള സിനിമയ്ക്ക് യൂസ്ഫുൾ അല്ലേ? മലയാള സിനിമയ്ക്ക് ഭയങ്കര മാർക്കറ്റിംഗ് തുടങ്ങുന്നുണ്ട്. അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണാൻ. നമ്മുടെ പടവും ചെറിയ ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. പറയണം എല്ലാം ശരി. താങ്ക് യു ചേട്ടാ. എമ്പുരാനില് ലാലേട്ടം ഹെലികോപ്റ്ററിലായിരുന്നേ, ഉടലിലും സ്പ്ലെൻഡറിലും. അപ്പൊ എമ്പുരാൻ കത്തിക്കോ? എമ്പുരാനും കത്തിക്കട്ടെ, തുടരും കത്തിക്കട്ടെ, സിനിമയൊക്കെ കത്തിക്കട്ടെ. അടിപൊളി. എന്തോ എത്ര തരം പ്രതീക്ഷയുണ്ട്? ഭയങ്കര ഹോപ്പാണ്, ഭയങ്കര പ്രതീക്ഷയോടെ തന്നെ. ഭയങ്കര കട്ട ഫാൻ ആയതുകൊണ്ടാണ് വന്നത്. ഒരു ഓണം മലയാള സിനിമ ചരിത്രമായിട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മളതിന്റെ പാർട്ടാണ്. നീ കാലത്തന്നെ എത്തിയല്ലേ? ഇവിടുത്തെ ഒരു ഓണം കാണുമ്പോൾ എങ്ങനെയുണ്ട്? ഓണം ഇന്ന് ഇവിടുത്തെ വലിയ പ്രതീക്ഷ തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം മലയാള സിനിമ ചേഞ്ച് കാണാനുള്ള ആഗ്രഹം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത് സർവേശ്വരനോട് പ്രാർത്ഥിച്ചാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്. ഒരു സംശയം മലയാള സിനിമ എന്നല്ല ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രതിഷ്ഠയല്ല. അതുകൊണ്ടാണ് നേരത്തെ വന്നിരിക്കുക. ആരാണ് എന്തായാലും അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച. മലയാള സിനിമയുടെ ഗതി തന്നെ മാറൂലേ? മാറണം. താങ്ക് യു മോനെ. കേട്ടില്ല? ഓക്കെ, പടം കഴിഞ്ഞിട്ടാണ്. താങ്ക് യു. എന്ത് തോന്നുന്നു? സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ചരിത്രത്തിന്റെ ഭാഗമാവാൻ എന്ത് തോന്നുന്നു? ഈ നിമിഷത്തിൽ പറയാനുള്ളതാണ്. സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ പറഞ്ഞേ, എയർപോർട്ടില് ഫ്ലൈറ്റ് പിടിക്കാൻ പോലും എത്ര നേരത്തെ പോയിട്ടുള്ള. അതെ, ഇതൊരു ആഘോഷമായി സിനിമ കൊണ്ടാടുകയാണ്. കാരണം ഈ സിനിമ കാണുമ്പോൾ ഒരു പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടെ കാണുന്ന സിനിമയാണ്. അതെല്ലാം വളരെ സന്തോഷം, ആഘോഷമായി കടക്കുകയാണ്. ഇന്നലെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, പല സ്വപ്നങ്ങളായിരുന്നു നിങ്ങൾ തമ്മിൽ അന്വേഷിച്ചിട്ട് നിങ്ങളായിട്ടുള്ള ആ സ്വപ്നമാണ് ഇന്ന് അല്പസമയത്തിൽ ഫലം കാണാൻ പോകുന്നത്. അത് പൂവണിയാണ്, ഈ മമ്മൂട്ടിയാണ് പൂവണിയാണ്. സുഹൃത്തുക്കളോ ഓക്കെ അല്ലേ? മലയാളം കണ്ട ഇന്ന് വരെ നമ്മൾ കണ്ടതും കേട്ടതുമായ സംഭവങ്ങൾക്ക് മേലെയാണ് ഇതുവരെയുള്ള റിസർവേഷൻ ആയാലും സിനിമാ തിയേറ്ററുകളിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ലോകമെമ്പാടും വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും താങ്ക് യു. വലിയ അഭിമാനമാണ് ഈ പടം. തീർച്ചയായിട്ടും അതെ. കാരണം ഇത് ശരിക്കും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ സമയം മുതൽ ഈ സിനിമയുടെ പുറകിലാണ് പൃഥ്വിരാജും ക്രൂവല്ല. അപ്പോൾ ഇതൊരു വല്ലാത്ത നിമിഷമാണ്, വല്ലാത്ത ദിവസമാണ്. ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുന്ന ദിവസമാണ്. സിനിമ ഇത് റിലീസുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ഇതുപോലുള്ളൊരു സ്വീകാര്യത, റിലീസിന് മുൻപ് തന്നെ സ്വീകാര്യത ഉണ്ടാകുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ്.
അപ്പൊ അത് സംഭവിക്കും തീർച്ചയായിട്ടും. ഘട്ടങ്ങളിലും ക്രൈസിസ് നേരിട്ടിരുന്നു. ആ സമയത്തൊക്കെ ഈ ദിവസം സ്വപ്നം കണ്ടിരുന്നതാണ്. അല്ല, ഇത് ചിന്തിച്ച ദിവസം മുതൽ, ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുന്ന സമയം മുതൽ ഈ ഒരു ദിവസം സ്വപ്നം കണ്ടിരുന്നു. പ്രതിസന്ധികൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നിരിക്കുന്ന സപ്പോർട്ടുകൾ എല്ലാ കാലത്തും ഓർക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രമാത്രം ജനങ്ങളിലേക്ക് ഇത്രയും സ്വീകാര്യതയോടുകൂടി എത്തിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. മോഹൻലാലിനോടൊപ്പം 37 വർഷമായി യാത്ര തുടങ്ങിയിട്ട് അതിന്റെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായി ഇതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് 25 വർഷം സിനിമ നിർമ്മിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മലയാള സിനിമയിൽ ഒരു ചരിത്രമാവാനുള്ള ഭാഗമായിട്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സന്തോഷത്തിൽ അത് തോന്നുന്നു. അല്ല, മലയാള സിനിമയുടെ ചരിത്രം എന്ന് നമ്മൾ ആദ്യം മുതലേ ഒരുപാട് സിനിമകൾക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥമായ ചരിത്രം എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന സിനിമയാണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളെല്ലാരും കാണുന്നത് മലയാള സിനിമയുടെ തലവര മാറാൻ പോകുന്ന ഒരു രീതിയിലാണ് കാണുന്നത്. മലയാള സിനിമയുടെ തലവര മാറാൻ പോകുന്നു. മലയാള സിനിമ വേറൊരു രീതിയിലേക്ക് മാറാൻ പോകുന്നു. ദൈവം അതിനുള്ള ഭാഗ്യം തരട്ടെ. അതിന് നിങ്ങളെ പോലുള്ളവരുടെ സപ്പോർട്ട് വേണം, സിനിമ കാണുന്നവരുടെ സപ്പോർട്ട് വേണം. എല്ലാവരുടെയും സ്നേഹം മനസ്സിലാക്കുന്നു. അതിയായ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. നമുക്കറിയാം ഒരുപാട് പാടുപെട്ട, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സിനിമ പൂർത്തീകരിച്ച് തിയേറ്ററിലെത്തിച്ചതെന്ന് അറിയാം. എന്തോന്നു ആ ഒരു നിമിഷത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏറ്റവും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സിനിമയിലൂടെ. അല്ല, പ്രതിസന്ധികൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിനെ തരണം ചെയ്ത് ഇവിടെ എത്തി എന്ന് പറയുന്നത് ജനങ്ങളെ പ്രതീക്ഷിച്ച ഒരു പടം നമ്മൾ ആഘോഷത്തോടുകൂടി കാണാൻ പോവുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എമ്പുരാനെ പറ്റിയാണോ? അത് നമ്മൾ ആഘോഷത്തിൽ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, അതാണ്.